ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ഡോക്ടർ സരിൻ ഇനി എന്ത് ചെയ്യും? എനിക്കത് അങ്ങനെ തോന്നാൻ കാരണം, എറണാകുളത്ത് തൃക്കാക്കര ബൈ ഇലക്ഷൻ വന്നല്ലോ പി.ടി. തോമസ് മരിച്ചതിന് ശേഷം. അന്ന് ഉമയ്ക്കെതിരെ മത്സരിക്കാൻ CPM ഇതുപോലെ ഹൃദയപക്ഷത്ത് നിന്ന് ഒരു ഹൃദയ ഡോക്ടറെ കൊണ്ടുവന്നു. ഭാവി കേരള രാഷ്ട്രീയത്തിന് ഒരു പുതിയ വാഗ്ദാനം എന്നൊക്കെ. അങ്ങനെ പോയ വഴി പുല്ല് കിളുത്തിട്ടില്ല. അങ്ങനെ സമാധാനപരമായും അത്യാവശ്യം പ്രാക്ടീസും അത്യാവശ്യം കോൺഗ്രസ് പ്രവർത്തനമൊക്കെ ആയിട്ട് രാഷ്ട്രീയ ചർച്ചകളൊക്കെ ആയിട്ട് നിന്നിരുന്ന, ഓർക്കുന്നില്ലേ, ആ മറ്റേ CAA വിരുദ്ധ സമരകാലത്ത് സരിൻ ബോർഡ് വെച്ചു. CAA എതിർക്കുന്നവർക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ നെറികെട്ട രാഷ്ട്രീയമുള്ള ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്താത്ത കാര്യമാണ്. അങ്ങനെ ചെയ്ത ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് സരിന്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും സരിൻ അങ്ങനെ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നു. ഇപ്പം മലമറിക്കുമെന്നും പറഞ്ഞ് വന്നതാണ്. 3ാം സ്ഥാനത്ത് ദയനീയമായി വീണുതല്ലോ കിടക്കുന്നു. ഇനി സരിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും CPMൽ? സരിൻ ഈ CPMന് വോട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് CPM കണ്ടെത്തിയിട്ടുണ്ട്. 820 വോട്ട്. വലിയ കാര്യമായി, വലിയ തോതാണല്ലോ അത്. അപ്പോൾ സരിൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ CPM ഒരു ഗുണമുള്ള പാർട്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അവർ പണിയൊക്കെ കൊടുക്കും. എന്തെങ്കിലും അക്കോമഡേഷൻ. ഒരു അനിൽകുമാർ കോഴിക്കോട് കൊടുത്താൽ ഏതോ ഒരു കാർ കിട്ടുന്ന ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ വല്ലതും കിട്ടുമായിരിക്കും ചിലപ്പം. അങ്ങനെ സരിന് ഇപ്പൊ പ്രശാന്തിന് ദേവസ്വം ബോർഡ് ഇങ്ങനെ അത് കൊള്ളാവുന്നതിൽ ഏറ്റവും നല്ല പോസ്റ്റാണ് ദേവസ്വം ബോർഡ്. നല്ല പോസ്റ്റാണ്. പിന്നെ ചെറിയാൻ ഫിലിപ്പിന് കൈരളിയിൽ എന്തോ ക്യാബിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോയി, ചെറിയാൻ്റെ വഴിക്ക് പോയി. അത് പോയി. ചെറിയാൻ തിരിച്ചു വന്നിട്ടും ഗുണം പിടിച്ചില്ല കോൺഗ്രസിലേക്ക്. അപ്പോൾ സരിന് അവർ സത്യത്തിൽ ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വീണാർ ജോർജിന്റെ പ്രാർത്ഥനയും കൂടിയൊക്കെ കാണും ഇത്രയും കീഴ്പോട്ട് പോയവാനെ. കാരണം സരിൻ ജയിച്ചിരുന്നെങ്കിൽ ആരോഗ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്നോ മറ്റോ വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അല്ല, ഉണ്ടായിരുന്നിരിക്കാമല്ലോ. അല്ല, സരിൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തവണ ജയിച്ചു, ആ സീറ്റ് ഉറപ്പിച്ചു, അടുത്ത പ്രാവശ്യം ജയിച്ചാൽ ആരോഗ്യമന്ത്രിയാവുന്ന ഡോക്ടർ. അതെ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം. ജോ ജേക്കബും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം. ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ ശിഷ്യനുമൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ സരിന് എന്തെങ്കിലും ഒരു സംഗതി കിട്ടുമെന്ന് സരിൻ വിചാരിച്ചിട്ടുണ്ടാവാം, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. പിന്നെ സരിനാണ്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് സാർ. സരിൻ ഒരു പ്രാക്ടീസിങ് മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹത്തിന് അണ്ടി കോർപ്പറേഷൻ ചെയർമാനായിട്ട് പോയാൽ പ്രവർത്തിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടേ ആരോഗ്യ മേഖലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പം കശുവണ്ടി വികസന കോർപ്പറേഷനാണ് ഏറ്റവും നല്ലത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടുത്തെ ചെയർമാൻമാർ നടത്തിയിട്ടുള്ളത്. തുട്ട് ഇഷ്ടം പോലെ കിട്ടും. അത് വലിയ പ്രയാസമുള്ള അങ്ങനത്തെ ഒരു സംഗതി കൊടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ പാർട്ടിക്ക് ഒരുപാട് പൈസ കിട്ടുന്ന ഒരു പരിപാടി. പാർട്ടിയുടെ കറവ പശുവാണ്. അത് പത്മലോചനൻ നേരത്തെ കൊല്ലത്ത് നിന്ന് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഗിനി ബസാവോയിൽ നിന്നൊരു കശുവണ്ടി ഇറക്കുമതിയുടെ അകത്ത് ഒരുപാട് പൈസ വന്നൊക്കെ എനിക്ക് എഴുതേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആ കാലത്ത് ഒരു പരമ്പര തന്നെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ആഫീസ് തമ്പാനൂര് പാർട്ടി ഉണ്ടാക്കിയത് ആ ഗിനി ബസാവോ ഡീലിലെ കമ്മീഷൻ കൊണ്ടാണ് ചെയ്തത് എന്ന് നമുക്ക് വിവരം ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പൊ മനോരമയിലെ ആ പരമ്പര ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല പുള്ളിക്ക് അക്കോമഡേഷൻ കൊടുക്കുക. ഒരു വരുമാനം കിട്ടുന്നതോ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇനി സ്ഥാനാർത്ഥിയാകണമല്ലോ. അതെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഇനിയും അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്. 2 തവണയും കൂടി തോറ്റാലേ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരെണ്ണം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ പറ്റുള്ളൂ. തുടർച്ചയായിട്ട് തോക്കുന്നു. കാരണം 2 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളെ മാറ്റാം എന്നൊക്കെ ഉണ്ടല്ലോ. ഈ പല ആളുകളുടെ പൈസക്കിനെയൊക്കെ മാറ്റി നിർത്തുക. പാർട്ടി മെമ്പർമാർ. അല്ല, സരിനും ആ വഴിക്കൊക്കെ വരേണ്ടി വരുമല്ലോ. അല്ലാതെ ഈ അൻവറിന്റെ ഒന്നും പ്രൊഫൈലല്ലല്ലോ. സരിനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സരിന് ഒന്നുകിൽ പാർട്ടിയിൽ ഇനി പാർട്ടി മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുക. അരിവാൾ ഇനി സ്റ്റെതസ്കോപ്പ് ചിഹ്നമൊന്നും അല്ലാതെ അരിവാൾ ചുറ്റികയായിട്ട് നിൽക്കുന്ന വിധത്തിലേക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അതായത് മതം മാറ്റം വേണ്ടി വരും സരിന്. പാർട്ടി മതത്തിൽ അംഗമാകണം അദ്ദേഹം. തൊട്ടടുത്ത് വരുന്നതാണ് പഞ്ചായത്ത് ഇലക്ഷൻ. പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ നോക്കാവുന്നതാണ്. അവിടെ ഒരു വാർഡിൽ നിൽക്കാനോ അത് സരിന് തയ്യാറാവെന്ന് തോന്നുന്നില്ല. കാരണം സരിനെ പറ്റി സരിൻ്റെ അഭിപ്രായം അങ്ങനെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സരിനെ പറ്റി ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സരിൻ്റെ ഭാര്യ സൗമ്യ എഴുതുന്ന കുറിപ്പുകളിൽ കൂടിയാണ്. അതെയോ?
എനിക്കത് ഇതൊരു വലിയ സംഭവമാണ്. പണ്ടും അങ്ങനെയായിരുന്നു. അത് വായിക്കുക എന്നുള്ള അപകടം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ഞാനിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വരി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ബാക്കിയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കണ്ട. അപ്പോൾ അവർ പഠിക്കുന്ന കാലത്ത് തന്നെ പരിചയമുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഇയാൾ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ക്വിസിന് എവിടെ പോയാലും ജയിച്ചിരിക്കും. പിന്നെ അങ്ങേരും മറ്റേ അക്കൗണ്ട്സ് മറ്റേ IAS എഴുതാൻ പോയിട്ട് അക്കൗണ്ട് സർവീസ് കിട്ടി. എന്നിട്ട് വേണമെങ്കിൽ CAG ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാവുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ ഈ കണക്കുകളുടെ ലോകം ആണ് അത് പുള്ളിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ പുള്ളി നിരാശനായിട്ട് പല സ്ഥലത്തും ഒറ്റയ്ക്ക് പോയിരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊന്നും ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ വീട് നോക്കിക്കോളാം, നിങ്ങൾ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് സൗമ്യ പറഞ്ഞു. അങ്ങനെ സൗമ്യയാണ് ഇദ്ദേഹത്തിനെ ഈ എന്താ പറയുക, ഒരു വിഷാദത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. വിഷാദ രോഗം വന്നു എന്ന് ഞാൻ പറയുകയല്ല, എന്നാലും അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞാൽ വലിയ ഫൈറ്റർമാർക്ക് ഉണ്ടാവും. അർജുനന്റെ ഇതൊന്നും അല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടത് പൊതുജന പ്രവർത്തനമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്, മനുഷ്യരെ നന്നാക്കി ഒരു വലിയ ഈ ഭൂമിയിൽ ഒരു സ്വർഗം സൃഷ്ടിക്കുക. അതിന് വേണ്ടിയുള്ള ആളാണ്. അതിന് പറ്റിയ പാർട്ടിയില്ല ഇപ്പോൾ. അതിന് പറ്റിയ ആളാണ് സരിന് സൗമ്യയ്ക്ക് മനസ്സിലായിട്ട് ഞാൻ വീട് കുട്ടികൾ ഇതൊക്കെ നോക്കിക്കോളാം, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നത്. ഇവർ പറഞ്ഞ സൗമ്യ പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ ജനസേവനത്തിന്, ജനങ്ങളെ നന്നാക്കാനും ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാനും ജനം സമ്മതിക്കുന്നില്ലെന്നേ. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് തോറ്റുപോയില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ആ പാർട്ടിയിലുള്ളത് കൊണ്ടാണ് തോറ്റുപോയത്. എനിക്ക് സീതി ഹാജി ഓർമ്മ വരുന്നു, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സീതി ഹാജിയെ എപ്പോൾ വൈകുന്നേരം കണ്ടാലും ഗുഡ് മോർണിംഗ് പറയാം. അപ്പോൾ സീതി ഹാജിക്ക് വിവരമില്ലെന്ന് കരുതിയിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, എന്താണ് സാഹിബെ പറയുന്നത്, ഇപ്പോൾ ഗുഡ് ഈവനിങ് ആണ് പറയേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു MLA ആണ് പറഞ്ഞത്. അപ്പോൾ ഗുഡ് ഈവനിങ് അല്ലേ പറയണ്ടേ? എടാ ഇനിയും നേരം വിളിക്കാത്ത നിന്നോട് പിന്നെ ഗുഡ് മോർണിംഗ് അല്ല എന്ത് പറയണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനോട് പുള്ളി തിരിച്ചു ചോദിച്ചു. അതെ, വേറൊരു കഥ പറയാം. ഈ മറ്റേ ഫോട്ടോ എടുത്ത കഥയാണോ സീതി ഹാജി? VS അച്യുതാനന്ദൻ ഒരിക്കൽ CC മീറ്റിങ്ങിൽ പോയിട്ട് കേന്ദ്ര കമ്മിറ്റി തിരിച്ചു വന്നു. അപ്പോൾ CC മറ്റേ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. പാർട്ടി ബിൽഡിംഗ് ഈസ് അവർ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാർട്ടി കെട്ടിപ്പടുക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. പുള്ളി തെറ്റിദ്ധരിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് AK സെന്റർ പണിതത്. പാർട്ടിയുടെ ബിൽഡിംഗ് ആണ് നമ്മുടെ പ്രൈം ഉത്തരവാദിത്വം. ഇങ്ങനൊരു കഥ സഹാക്കൾ പറയാറുണ്ട്. പക്ഷേ നമുക്ക് അദ്ദേഹത്തിനോട് ബഹുമാനവും ആദരവും വേറെയുണ്ട്. എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അറൈവൽ എന്നുള്ളത് അരിവാൾ ഇവിടെ ഉണ്ടോ എന്ന് വായിച്ചെന്നൊരു കഥയുണ്ട്. വിദേശത്ത് എവിടെ ഇറങ്ങിയപ്പോൾ അവിടെ എഴുതി വെച്ചു അരിവാൾ. നമുക്ക് വിഷയത്തിലേക്ക് വരാം, സരിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ സരിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ പാർട്ടിയിൽ നിന്ന് ജനം തോൽപ്പിക്കുന്നു അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ. ഇത് ശരിയല്ലല്ലോ. അപ്പോൾ ജനത്തിന് തെറ്റിദ്ധരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്, പാർട്ടിയെ തെറ്റിദ്ധരിച്ചു. അല്ല സാർ, നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് കുറച്ചൊരു സിനിക് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, തമാശയൊക്കെ വന്നു. ഇതിൽ സരിൻ ചെയ്തതിനോടുള്ള നമ്മുടെ ഒരു അതൃപ്തി. കാരണം സരിനെ പോലെ ഒരാൾ ആ കോൺഗ്രസ് പാർട്ടി നിൽക്കേണ്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പറ്റിയ ലാവണം അതുതന്നെയായിരുന്നു. അതായിരുന്നു ശരി. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നാലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായി പറയുന്ന ഒരടി കുറച്ച, ബേസിക്കലി അദ്ദേഹം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ചിന്ത കൊണ്ടും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ആ പാർട്ടി വിട്ടുപോയി. ഒരു ത്യാഗമാണ് അത്, ഒരു പൊളിറ്റിക്കൽ കരിയർ, ഒരു വീട് മാറ്റമാണ്. പുതിയ വീട്ടിൽ പക്ഷേ ഒരുപാട് കൂടുതലാണ് ഈ പുതിയ വീട്ടിൽ CPM-ൽ. അവിടെ സരിന് ഒരു പൊളിറ്റിക്കൽ ഗ്രോത്ത് CPM-ൽ ഉണ്ടാവുമോ, അതോ അവർ കൊടുക്കുന്ന എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും കൈപ്പറ്റി ഇരിക്കേണ്ടി വരും? ഞാൻ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഗ്രോത്ത് കാണുന്നില്ല സുനിൽ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കൊടുത്ത്, അദ്ദേഹത്തിനാണെങ്കിൽ ഈ പറഞ്ഞ അതല്ലല്ലോ സൗമ്യ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതല്ലല്ലോ. അതാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റേ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മിഷനുകൾ, പ്രോജക്റ്റുകൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പാർട്ടി അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇനി വേണം. അതെ അതെ, ഇമ്മീഡിയറ്റ് ആണത്. എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ വെറുതെ പാർട്ടി പ്രവർത്തനവും വാർഡ് പ്രവർത്തനവും അങ്ങനത്തെ ഒരാളല്ലല്ലോ അത്. കാരണം ഈ പാർട്ടി പലപ്പോഴും ഇങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് നികേഷ് കുമാറിനെ മറ്റേ ഈ പരിപാടി നിർത്തിയിട്ട് അദ്ദേഹം പാർട്ടിയിലേക്ക് പോയല്ലോ. പക്ഷെ നികേഷിനെ കാണാനില്ല ഇപ്പോൾ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നികേഷിനെ
മറ്റേ പാലക്കാട്ട് ദൗത്യം ഏൽപ്പിച്ചിരുന്നു. കാരണം മാധ്യമരംഗത്തുള്ള പല സഹാക്കളും വൃത്തിയായിട്ടല്ല ഇത് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ പ്രചാരണ പരിപാടികൾ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് നികേഷ് കുമാറിനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹമാണ് ആ നീല ബാഗൊക്കെ നമുക്ക് നന്നായിട്ട് മാധ്യമങ്ങളിൽ കത്തിക്കാം എന്നൊക്കെ കണ്ടുപിടിച്ചത്. പൊളിഞ്ഞ് പാളീസായിപ്പോയി. നമ്മൾ ആ പാർട്ടിയിൽ പോയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുക. മാത്രമല്ല പല പ്രമാണിമാരുടെയും ശാസനകളൊക്കെ കേൾക്കേണ്ടി വരും എന്ന് എന്നോട് മുമ്പ് കൈരളിയിലൊക്കെ ജോലി ചെയ്ത് ഇൻഡിപെൻഡൻ്റായ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ. ആ പാർട്ടിയുടെ ഒരു സെറ്റപ്പിന് ഈ സരീൻ കണ്ടിട്ടുള്ള കോൺഗ്രസ്സിലെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല, അത് കിട്ടില്ല അവിടെ. മാത്രമല്ല അവർ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഈ സത്യസന്ധമല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നിർബന്ധം. സരീന് CPM തുടർന്ന് പോകുന്ന വലിയ ബുദ്ധിമുട്ടായിരിക്കും, വലിയ പ്രയാസം വരും. കാരണം അദ്ദേഹം ഈ KSU കാലം മുതലേ ഇതിന്റെ കൾച്ചർ അതാണ്, വളരെ സ്വതന്ത്രമായി. കോൺഗ്രസിനകത്ത് എന്തും ആവുമല്ലോ, സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അതെ, ഇത് ജയിലിലേക്കാണ് വന്നു കയറിയത്. അങ്ങനെയാണ്. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് പറയാനുള്ള ഒരു പ്രത്യയശാസ്ത്രം അല്ല അദ്ദേഹം പഠിച്ചിരിക്കുന്നതും. സോറി, കോൺഗ്രസ്സിൽ സ്വതന്ത്രമായിട്ട് സംസാരിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പഠിച്ചത്. ഇവിടുത്തെ പ്രത്യയശാസ്ത്രം അങ്ങനെയല്ല. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി ആയതുകൊണ്ട് മുകളിൽ പ്രമാണിമാരുടെ എണ്ണം കൂടുതലാണ്. അവർ പറയുന്നത് പോലെയൊക്കെയാണ് പല കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഒരു ജോലിയിൽ പോയി ഇരിക്കണം എന്നല്ലല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതെ, അതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്താൽ മതി. അദ്ദേഹം ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ജയിക്കുന്നു, പക്ഷെ 3-ാം സ്ഥാനത്തായിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചർച്ചയിൽ ശരിക്കും അദ്ദേഹത്തെ ഒരു നേർച്ചക്കോഴി പോലെ ബലിയാടായിട്ട് അവർ എടുത്തതാണ്. കാരണം അങ്ങനെ ഒരാൾ വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി എന്തെങ്കിലും കൂടുതൽ കിട്ടിയാലായി 3-ാം സ്ഥാനത്തായിരിക്കും. ഇപ്പം തന്നെ വലിയ കാര്യമായിട്ട് AK ബാലനെ പോലുള്ളവർ പറഞ്ഞത് 2500-ന്റെ വ്യത്യാസമല്ലേ BJP ആയിട്ട്. മുമ്പ് 14,000 ഉണ്ടല്ലോ ശ്രീധരന്റെ കാലത്ത്. ഇപ്പൊ ഞങ്ങളത് 2,500 കുറച്ചു കൊണ്ടുവന്നില്ലേ? അത് അവിടുത്തെ BJP-ക്കാരുടെ കയ്യിലിരിപ്പുകൊണ്ട് പറ്റിയതാണ്. അങ്ങനെ പറ്റിയതാണ്. അല്ല, BJP-ക്കാർ പറയുന്ന ഒന്നാമത് ശ്രീധരനുമായിട്ട് കമ്പാരിസൺ ശരിയല്ലല്ലോ. അത് ശരിയാണ്. അത് ബാലൻ പറഞ്ഞാലും ശരിയല്ലല്ലോ. ശ്രീധരൻ ആര്, കൃഷ്ണകുമാർ. വ്യത്യാസം എന്ന് പറയുന്നത് 2000 വോട്ടിന്റെ വ്യത്യാസമുള്ള സുനില്ലേ. അല്ല, BJP-യുടെ ടോട്ടൽ ഷോട്ട് ഷെയറിന് വലിയ കുറവ് വന്നില്ല. ബേസ് വോട്ട് അങ്ങനെ തന്നെ നിൽപ്പുണ്ടല്ലോ. അതെ, 40,000 വോട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ വിഷമം വന്നിട്ടുള്ള BJP-ക്കാർ നോട്ടയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയാൽ തന്നെ അത് 1500 വോട്ടാണ്. അതെ, പോയി എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ചോർച്ച അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി MLA സ്ഥാനത്തേക്കോ MP സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഇനിയും കിടക്കുന്നു വർഷങ്ങൾ. അല്ല, എത്രയോ ആളുകൾ വേറെ അതിന് മാത്രമുള്ള ത്യാഗമൊന്നും സരിൻ ചെയ്തിട്ടില്ല. കോൺഗ്രസ് വിട്ടുന്നത് MLA MP ആവും, രാജ്യസഭയിൽ പോകും, അല്ല ലോക്സഭയിൽ സീറ്റ് കിട്ടും എന്നൊക്കെ കരുതുന്നത് വലിയ മൗഢ്യമാണ്. അപ്പോൾ സരിന് ഒരുപക്ഷെ വീണ്ടും തറവാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ? ആ സമയത്ത് അവർ തിരിച്ചെടുക്കും തന്നെയാണ് ഞാൻ അത് ആലോചിക്കാറുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് പോയിട്ട് അദ്ദേഹം ഒന്നാമത് അങ്ങനെ ഒരു അത്യാവശ്യം ആളുകൾ ചീത്ത പറയുന്ന ആളോ വെറുപ്പിക്കുന്ന ആളോ ഒന്നുമല്ലല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് പോയി സതീശനോടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ BJP-യെക്കാളും CPM-നേക്കാളൊക്കെ നന്നായിട്ട് ആ കോൺഗ്രസ്സിൽ കൈകാര്യം ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നിർത്താം എന്ന് പറഞ്ഞൊരു തീരുമാനമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് സുധാകരനോ VD സതീശനോ ഒന്നും ഒരുപാട് കയറി ഇടപെടാതെ അത് ഒരു ഐക്യം അവിടെ അവർ കാണിച്ചു. അപ്പോൾ ആ രീതിയിലുമൊക്കെ അവർ പെരുമാറുന്നത് കൊണ്ട് ഇനിയൊരു യുവതലമുറ വേണം എന്നാഗ്രഹിക്കുന്നതും ഒക്കെ കൊണ്ട് പിന്നെ സരിൻ കുറച്ച് മുകളിലേക്കൊക്കെ വന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകാൻ എളുപ്പമായിരിക്കും. ഒരു ഘട്ടത്തിൽ സരിന് അത് ആലോചിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ വന്ന ഒരുപാട് പേരുടെ അനുഭവം, CPM-ൽ വന്ന ഒരുപാട് പേരുടെ അനുഭവം, സ്ഥാനാർത്ഥികളായ ഒരുപാട് പേരുടെ അനുഭവം കണ്ടിട്ടുണ്ട്. CPM ഇങ്ങനെ സ്വതന്ത്രന്മാരെ വിളിച്ച് നടത്തുന്ന പ്രാക്ടീസ് കുറേ കാലമായി തുടരുകയാണ്. ഒരു സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചിട്ടുണ്ട്, അതിനപ്പുറത്ത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ സ്വതന്ത്രന്മാരില്ല. ഈ സെബാസ്റ്റ്യൻ പോളിൻ്റെ കാര്യത്തിൽ സുനിൽ അതെന്താണെന്ന് വെച്ചാൽ എറണാകുളത്തെ എങ്ങനെയായാലും CPM ഒരിക്കലും ജയിക്കില്ല. അതെ, അങ്ങനത്തെ ഒരു ഇതാണ് സെബാസ്റ്റ്യൻ പോൾ. പക്ഷേ പിന്നീട് പാർട്ടിക്കൊപ്പം തന്നെ നിന്നു. അങ്ങനെ വ്യത്യാസമുണ്ട്. അതെ. കാരണം പക്ഷെ സെബാസ്റ്റ്യൻ തുടങ്ങിയത് അങ്ങനെയല്ല, ജനതാ പാർട്ടി. എറണാകുളത്ത് വേറെയും പരീക്ഷ നടത്തിയിട്ടുണ്ട്. പ്രണത ഷാജി ദയനീയമായി പരാജയപ്പെട്ടു. ഇവിടെ നിൽക്കുമ്പോൾ സാനു ആണെങ്കിൽ ജയിച്ചിട്ടുണ്ട്, ചന്ദ്രശേഖര മേനോനെ നിർത്തി നോക്കിയിട്ട്. അതെ.
അപ്പോൾ ഇത് CPM എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവ ഒരു മെസ്സേജ് കൊടുക്കാനായിരിക്കും, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എപ്പോൾ വേണേലും ആളുകൾ പോകാൻ സാധ്യതയുണ്ട്, കൊള്ളാവുന്നവരൊക്കെ പോവുകയാണ്, ഈ പാർട്ടി മോശമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ എന്തായാലും 3-ാം സ്ഥാനത്ത് വരും എന്നുള്ളത് പാർട്ടിക്ക് അറിയാമല്ലോ. 3-ാം സ്ഥാനത്ത് വരുമ്പോൾ കുറച്ച് മെച്ചം ഉണ്ടാക്കാമോ ഒരു നോക്കി 3000 വോട്ടോ 4000 വോട്ടോ, അത് 820 വോട്ടിലോ മറ്റോ വന്ന് നിൽക്കുന്നുണ്ട്. അതെ, ഏതായാലും സരിൻ്റെ രാഷ്ട്രീയ ഭാവി പ്രവചനാതീതമൊന്നുമല്ല, നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഭാവിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. സരിൻ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.